ചൈനീസ് സൈന്യം ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. 2020 ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത ക്രിമിനൽ മാനനഷ്ട കേസിലെ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ പരാമർശങ്ങൾ. ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, AG മാസിക് എന്നിവരടങ്ങിയ ബെഞ്ച് രാഹുൽ ഗാന്ധിക്ക് ഇടക്കാല ആശ്വാസം നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ശക്തമായി എതിർത്തു. ഒരു പ്രതിപക്ഷ നേതാവിന് പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ദൗർഭാഗ്യകരമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി വാദിച്ചു. പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ കഴിയില്ല എന്നും സ്വിംഗി കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നും ജസ്റ്റിസ് ദത്ത ചോദിച്ചു. 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈന കൈവശപ്പെടുത്തിയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ അവിടെയുണ്ടായിരുന്നോ? വിശ്വസനീയമായ തെളിവുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ? ഒരു തെളിവുമില്ലാതെ എന്തിനാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ ഇതൊന്നും പറയില്ലായിരുന്നു. സംഘർഷമുണ്ടാകുമ്പോൾ ഇരുവശത്തും ആളപായം ഉണ്ടാവുന്നത് അസാധാരണമാണോ എന്നും ജസ്റ്റിസ് ദത്ത ചോദിച്ചു. ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് ഒരാളെ ഉപദ്രവിക്കാനുള്ള മാർഗമാണ് ഇത്തരം പരാതികളെന്ന് സ്വിംഗി വാദിച്ചെങ്കിലും ക്രിമിനൽ മാനനഷ്ട കേസിനെതിരെ രാഹുൽ ഗാന്ധി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സെക്ഷൻ 223 പ്രകാരമുള്ള വാദങ്ങൾ ഉന്നയിച്ചില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് കോടതി അറിയിക്കുകയും എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു.